കേരളത്തിന്റെ സമൃദ്ധമായ ഭൂപ്രകൃതിയുടെ ഉള്ളിൽ ആധുനിക ജീവിതത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന സർപ്പക്കാവ് എന്നറിയപ്പെടുന്ന പുണ്യവനങ്ങൾ നിലവിലുണ്ട്. പ്രകൃതിയും ദിവ്യത്വവും ഒരുമിച്ച് നിലനിൽക്കുന്ന നിഗൂഢ സർപ്പക്ഷേത്രങ്ങൾ. മനുഷ്യന്റെ ഇടപെടലുകളാൽ സ്പർശിക്കപ്പെടാത്ത ഈ പുരാതന ഇടങ്ങൾ ഭൂമിയുടെയും അതിലെ ജനങ്ങളുടെയും സംരക്ഷകരായി വിശ്വസിക്കപ്പെടുന്ന നാഗങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഒരു സർപ്പക്കാവിനെ ശല്യപ്പെടുത്തുന്നത് വലിയ ദൗർഭാഗ്യം വരുത്തുമെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. അതേസമയം അതിനെ സംരക്ഷിക്കുന്നത് സമൃദ്ധിയും അനുഗ്രഹവും ഉറപ്പാക്കുന്നു. ഗംഭീരമായ ക്ഷേത്ര ഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാവുകൾ വന്യവും സ്പർശിക്കപ്പെടാത്തതുമായി തുടരുന്നു. ഉയർന്ന മരങ്ങൾ, കട്ടിയുള്ള അടിക്കാടുകൾ, സർപ്പദൈവങ്ങളുടെ പവിത്രമായ വിഗ്രഹങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ പല കുടുംബങ്ങളും ഇപ്പോഴും അവരുടെ പൂർവിക ദേശങ്ങളിൽ ഒരു സർപ്പക്കാവ് സംരക്ഷിക്കുന്നു. സർപ്പാത്മാക്കളെ പ്രീതിപ്പെടുത്താൻ പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്തുന്നു. ഈ കാവുകളുടെ ഏറ്റവും നിഗൂഢമായ വശങ്ങളിലൊന്നാണ് നാട്ടുകാർ റിപ്പോർട്ട് ചെയ്യുന്ന അമാനുഷിക സംഭവങ്ങൾ. ചിലർ അവകാശപ്പെടുന്നത് രാത്രിയിൽ കാട്ടിലൂടെ തിളങ്ങുന്ന സർപ്പങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടിട്ടുണ്ടെന്നാണ്. അവയുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങുന്നു. മറ്റു ചിലർ ഈ വനങ്ങൾക്കുള്ളിൽ ഒരു ഭയാനകമായ നിശബ്ദത ഉണ്ടെന്നാണ്. അവിടെ പക്ഷികൾ പോലും പാടാൻ വിസമ്മതിക്കുന്നു. പുരാതന പാരമ്പര്യങ്ങൾ നാഗങ്ങളുടെ അനുഗ്രഹം തേടാൻ താന്ത്രിക പുരോഹിതന്മാർ നടത്തുന്ന ശക്തമായ ആചാരമായ സർപ്പബലിയെക്കുറിച്ച് പറയുന്നു. സർപ്പകാവിനെ അനാദരിക്കുന്നവർ നാഗദോഷം അനുഭവിക്കുന്നുണ്ടെന്നും ഇത് നിർഭാഗ്യം, രോഗം അല്ലെങ്കിൽ വന്ധ്യത എന്നിവയിലേക്ക് നയിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അപൂർവ ഔഷധ സസ്യങ്ങൾ വളരുന്ന ഈ കാവുകളിലെ സ്പർശിയായ ജൈവവൈവിധ്യത്തിൽ ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെടുന്നു. ഈ പുണ്യഭൂമികൾ ഒരു അന്യലോക ഊർജ്ജം വഹിക്കുന്നുണ്ടെന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ കാവുകൾ പുരാതന പാരമ്പര്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണോ, അതോ മനുഷ്യധാരണയ്ക്ക് അതീതമായ നിഗൂഢ ശക്തി അവയ്ക്ക് ശരിക്കുമുണ്ടോ? കേരളത്തിലെ സർപ്പകാവ് ഇപ്പോഴും ഒരു പ്രഹേളികയായി തുടരുന്നു. പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വിശ്വാസത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ദിവ്യരഹസ്യത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു.